വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖ്ന ബാവലിക്കടുത്ത് 58-നടുത്ത് ഉള്ളതായി സൂചനകൾ. ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്ന് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. ട്രാക്കിംഗ് ടീം തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മയക്കുവെടി വയ്ക്കാൻ ദൗത്യ സംഘം സജ്ജമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. രണ്ട് RRTകൾ കൂടി രൂപീകരിച്ച് പ്രവർത്തനം നടത്താനുള്ള തീരുമാനവും ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. മയക്കുവെടി വെക്കേണ്ട സാധ്യത ഉണ്ടാകുമ്പോൾ അതിന് സജ്ജമാണ്. മയക്കുവെടി വെച്ച് ആ ആനയെ പിടിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ അത് ചെയ്യാൻ തന്നെയാണ് വനംവകുപ്പിലെ തീരുമാനം. വന്യജീവി ആക്രമണം നേരിടാൻ അന്തർ സംസ്ഥാന ഏകോപന സമിതി രൂപീകരിക്കും. വയനാട്ടിൽ 2 RRT കൂടി രൂപീകരിക്കുമെന്നും തൃശൂരിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി വ്യക്തമാക്കി. ബേലൂർ മഖ്നയെ മയക്കുവെടിവെച്ച് പിടികൂടിയാൽ മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് തീരുമാനം. ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷമാകും ഈ നടപടി. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പടമല അൽഫോൻസ പള്ളിയിൽ നടക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രതികരിച്ചു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിൽ സർക്കാരിന് മെല്ലെപ്പൊക്കാണെന്നും വിമർശനമുയർന്നു. സജോ ദേവസ്വം നൽകും മണ്ണുണ്ടിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തത്സമയം. സജോ, അറിയേണ്ടത് ഇപ്പോൾ കാട്ടാനയെ ട്രാക്ക് ചെയ്തിരിക്കുന്നു, ബാവലി വനമേഖലയിലുണ്ടെന്ന് പറയുന്നു. നേരത്തെ വനം മന്ത്രി പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. ഈ ട്രാക്കിംഗ് സംവിധാനം അതിലൊരു ചെറിയ കാലതാമസം വരുന്നുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഈ സിഗ്നലുകൾ കിട്ടുന്നതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ലൊക്കേഷൻ, ഈ പുതിയ സിഗ്നൽ, അത് കൃത്യമായ ലൊക്കേഷൻ തന്നെയാണ് നിലവിൽ എന്ന് ഉറപ്പിക്കുന്നുണ്ടോ ദൗത്യ സംഘം? പ്രജിൻ, അത് തന്നെയാണ് പ്രധാനം. അതായത് ഈ റേഡിയോ കോളർ എന്നത് GPS പോലൊരു സംവിധാനമല്ല. വലിയ കാലതാമസം ഇത് സംബന്ധിച്ച്, അതായത് ഇൻ ബിറ്റ്വീൻ ഒരു സിഗ്നൽ ലഭ്യമായി അത് ട്രാക്ക് ചെയ്തു. അതിനിടയിൽ പിന്നീട് ഒരു അടുത്ത സിഗ്നലിലേക്കുള്ള ദൂരമൊക്കെയുണ്ട്. അതുകൊണ്ട് ട്രാക്കിംഗ് വിദഗ്ധർ വനത്തിനുള്ളിൽ തന്നെയുണ്ട്. അവർ ട്രാക്കിംഗ് തുടരുന്നു. ഏറ്റവും ഒടുവിൽ ലഭ്യമായ സിഗ്നൽ എന്നത് ബാവലിക്ക് സമാന്തരമായി കർണാടക വനത്തിൽ, അതായത് തോൽപ്പട്ടി വനമേഖല തന്നെ, തോൽപ്പട്ടി കാടുകൾ തന്നെയാണിത്. ബാവലിക്ക് സമാന്തരമായി 58 കഴിഞ്ഞുള്ള മേഖലയിൽ, അതായത് കർണാടക വനമേഖലയുടെ കൂടി ഭാഗമായ സ്ഥലത്താണ്. അവിടെ നിന്ന് നേരെ നാഗർഹോള വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ സ്ഥലത്തേക്ക് നീങ്ങാം, അതല്ലെങ്കിൽ സമാന്തരമായി തന്നെ നീങ്ങാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രാക്കിംഗ് വിദഗ്ധർ കൂടുതൽ കൃത്യമായ സിഗ്നലുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ ആനപ്പാറ വളവൊക്കെ ഉൾപ്പെടുന്ന, ആനപ്പാറ ഉൾപ്പെടുന്ന മേഖലയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അകത്തേക്കാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതായത് ഈ 4 കിലോമീറ്റർ അകത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് കർണാടകയുടെ വനമായി മാറും. അങ്ങനെ കർണാടകയുടെ മേഖലയാണ്. അതേസമയം നാഗർഹോള വന്യജീവി സങ്കേതത്തിന്റെ ഉൾഭാഗത്തേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി അകത്തേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും ട്രാക്കിംഗ് തുടരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഒപ്പം വലിയൊരു സംഘം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വിപുലമായൊരു സംഘം തന്നെ വയനാട്ടിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ വിവിധ DFOമാർ തന്നെ സംഘത്തിൽ ഉൾപ്പെടുത്തി ആ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകാനുള്ള സംഘത്തെ വെറ്റിനറി ടീമിലും കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ RRT സംഘത്തെയും അടക്കം സ്ഥലത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരെയും പോലീസ് സന്നാഹത്തെയും ഒക്കെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ഇത് കൃത്യമായി, ഇനിയിപ്പോൾ പക്ഷേ അനുയോജ്യമായ സാഹചര്യം, സന്ദർഭം ഇതൊക്കെ വേണം. മയക്കുവെടി വെക്കുന്ന സാധ്യത ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നേരത്തെ മന്ത്രിയും വ്യക്തമാക്കിയത്. ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റായും വനം വകുപ്പ് അറിയിച്ചത്. പക്ഷേ അതേസമയം ഉൾവനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മയക്കുവെടിയുടെ സാധ്യത പരിഗണിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും ആ സാഹചര്യവും സന്ദർഭവും സമയവും അവിടുത്തെ എക്കോസിസ്റ്റവും ഒക്കെ അനുകൂലമാണെങ്കിൽ അതിലേക്ക് കടക്കും. അതല്ലെങ്കിൽ കാട് കയറി കൂടുതൽ അകത്തേക്ക് പോവുകയാണെങ്കിൽ നിരീക്ഷണം തുടരുക, ട്രാക്കിംഗ് തുടരുക എന്നത് മാത്രമാണ് പ്രായോഗികമായി പോകാൻ വഴി. പക്ഷേ എല്ലാ സംവിധാനങ്ങളും ഇതിനകം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 4 കുങ്കിയാനകൾ ഇതിനകം തന്നെ ബാവലിയിലെ ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ട്രാക്കിംഗ് വിവരങ്ങൾ, സിഗ്നലിൽ നിന്നുള്ള വിവരങ്ങൾ, ഇൻപുട്സ് ലഭ്യമാകുന്ന മുറയ്ക്ക് അത് വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് തിരക്ക് പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പരിശോധനകളും ഈ ട്രാക്കിങ്ങും ഒക്കെ നടക്കുമെന്നാണ്. പക്ഷേ നാട്ടുകാരൊക്കെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് കൃത്യമായി മയക്കുവെടി വെച്ച് പിടികൂടി മാറ്റിക്കൊണ്ട് പോകണമെന്നതാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം, ഇതിൽ പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഈ ബേലൂർ മഖ്നയെ മയക്കുവെടി വെച്ച് പിടികൂടി മാറ്റേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. അതിന് സാധിക്കുമെങ്കിൽ അത് ചെയ്യും. അങ്ങനെയല്ല, ഉൾവനത്തിലേക്ക് പോവുകയാണെങ്കിൽ
തുടർന്നും നിരീക്ഷണവും പരിശോധനയും ജാഗ്രതയും തുടരുക എന്നത് മാത്രമാണ് സാധ്യമായ വഴി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു ബ്രേക്ക് ത്രൂ ആണ്. പക്ഷേ ഇതിനകത്തൊരു മറ്റൊരു കാര്യം, കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം, ഒപ്പം വളരെ കുറഞ്ഞ ഇടവേളയിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയെങ്കിൽ മാത്രമേ അതിനുശേഷം ഈ വാച്ചർമാരെയൊക്കെ ഉപയോഗിച്ച് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യണം. ഏത് സ്ഥലത്താണെന്ന് കൃത്യമായി സമീപത്തും മറ്റോ എത്തിച്ചേരാൻ കഴിയണം. ആ സ്ഥലം അനുകൂലമാകണം. കാരണം കൂടുതൽ ഉൾവനത്തിൽ അങ്ങനെ ഒരു ഓപ്പറേഷനിലേക്ക് പോവുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകളും അനുമതിയും ഒക്കെ ആവശ്യമായ കാര്യമാണ്. അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യം ആന നീങ്ങിയത്, അതായത് ചാലിഗദ്ദയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെയുള്ള ഈ ചേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആന എത്തിയത്. അവിടെ നിന്നാണ് ഈ വനത്തിൽ നിന്ന്, കേരള വനത്തിൽ നിന്ന് നഗർഹോള വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ സ്ഥലത്തേക്ക് ആന നീങ്ങിയത്. ഇപ്പോൾ പക്ഷേ ബാവലിക്ക് സമാന്തരമായാണുള്ളത് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നു. പക്ഷേ ഇതിലും ഒരു ഇടവേളയുണ്ട്. കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇതുവരെ യഥാർത്ഥത്തിൽ കറക്റ്റ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ഇതൊരു ബ്രേക്ക് ത്രൂ ആണ്. എല്ലാ കാര്യങ്ങളും നടക്കുന്നു, മുറയ്ക്ക് പുരോഗമിക്കുന്നുണ്ട്, സാധ്യമായ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി സജോ, എന്തായാലും ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നതിലാണ് ഇപ്പോൾ പ്രതിസന്ധിയുള്ളത്. ബാവലി വനമേഖലയ്ക്ക് സമാന്തരമായി മഖ്ന നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ സജോ ദേവസ്യ നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ മണ്ണുണ്ടിയിൽ നിന്നും.